ഹലോ, എൻ്റെ പേര് സുധ. ഞാൻ നാരായണ വക്കീലിൻ്റെ വൈഫാണേ. നിങ്ങളുടെ കേസ് വാദിച്ചത് നാരായണ വക്കീലല്ലേ? എനിക്ക് ചെറിയ സഹായം വേണമായിരുന്നു. നിങ്ങളുടെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാം, പറ്റിയ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ നാരായണ വക്കീലിൻ്റെ വൈഫാണ്. നിങ്ങളുടെ കേസ് വാദിച്ച വക്കീലില്ലേ? എനിക്ക് നിങ്ങളുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ സാധിക്കുമോ? താങ്ക് യു. ഓക്കെ. സുധ, എന്താ കണ്ണൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്തു പറ്റി സുധ? നീ കാര്യം പറ. തൊട്ടുപോകരുത് തന്നെ. നിനക്കൊരു തരി പോലെ നാണയില്ലല്ലോടി. സ്വന്തം അമ്മയ്ക്ക് വേറൊരു അച്ഛനുണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു കുലുക്കയില്ലാത്ത എന്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞിരിക്കുന്നു. നിന്റെ അമ്മയുടെ എന്ത് ഫാമിലി ആടി? കുഞ്ഞമ്മേനെ തോളത്ത് തരാൻ വന്നാണോ? എനിക്ക് വേറെ പണിയുണ്ട്, മാറിയേ. അവിടെ നിന്നേ. നിനക്ക് നിന്റെ അപ്പൂപ്പന്റെ പേരറിയണ്ടേ? വേണ്ട, നീ അറിഞ്ഞിട്ട് പോയാ മതി. എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ അമ്മയുടെ നാണ സൂക്ഷിച്ച് സംസാരിച്ചോണം. എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. എന്ത് ചെയ്യോടെ നീ? എന്ത് ചെയ്യുന്നേ? നിങ്ങൾ കുറെ നാളായില്ലേ എന്റെ അമ്മയെ കുറിച്ച് പറയാൻ തുടങ്ങിട്ട്? നീ ആരെടുത്താണ് ഒച്ചെടുക്കുന്നേ? മാറ് കുഞ്ഞമ്മ, എനിക്ക് വേറെ പണിയുണ്ട്. മാളു, എന്താ ഈ കുഞ്ഞമ്മ വെറുതെ എന്നെ മെക്കിട്ട് കയറും അമ്മ. ഇനി എന്ത് ചെയ്താലും ഞാൻ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. കുഞ്ഞമ്മ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും. കുഞ്ഞമ്മ എന്ത് ചെയ്താലും അതും ഞാൻ തിരിച്ചു ചെയ്യും. ഇവരെ കണ്ടല്ലേ നീയും പഠിക്കുന്നത്? ഇവരാ? മര്യാദ കേട്ടത്തിന്ന് വിളിച്ചോണം, അല്ലെ നിങ്ങൾ ഒന്നും വിളിക്കണ്ട. മാളു, നീ ഒന്ന് അടങ്ങിയേ. എന്തോ ഇത്? നമ്മളെ മിണ്ടാതിരിക്കുന്നോണ്ട് ഇവരൊക്കെ നമ്മുടെ തലക്കേറി ഇരിക്കുന്നേ. നീ ആരെയാണ് പേടിപ്പിക്കുന്നേ? ഞാൻ ആരെ പേടിപ്പിക്കുന്ന എനിക്കറിയാം. എന്താണ് ഇവിടെ ഇങ്ങനെ ഒച്ചപ്പാട്? കണ്ടില്ലേട്ടാ ഇവളെന്നെ ഓരോന്ന് പറയുന്നത്? അത് പ്രോത്സാഹിപ്പിക്കാൻ ഇവരും. എന്തോ ഏട്ടത്തിന്ന് വിളിക്ക, ഇവരെന്നല്ല. ഏട്ടത്തി എന്നെ ഓരോന്ന് പറയുന്നത്. മാളു, നീ നിന്റെ കുഞ്ഞമ്മയല്ലേ? ഇങ്ങനെയൊക്കെ പറയാവോ? സോറി പറ. അച്ഛൻ എന്താ അമ്മേനെ ജോലിക്ക് വിടാത്തെ? അതിന്റെ റീസൺ ആദ്യം പറ, എന്നിട്ട് ഞാൻ സോറി പറയണമെന്ന് ആലോചിക്കാം. പിള്ളേരോട് കാര്യം പറയാനും പറ്റില്ല.